ശ്രദ്ധിക്കപ്പെട്ട പാട്ട് ഒരു പക്ഷെ എനിക്കൊന്ന് ആലിലെ താലിയുമായി വരും നീ തിങ്കളെ. അതിനകത്തൊരു ഈ ആമ്പലും ചന്ദ്രനും തമ്മിലുള്ള ഒരു പ്രണയം, അത് ശരത്തേട്ടൻ മേലെ മാളികയിൽ നിന്നും രഥമേറി വന്ന മണിമാരൻ മണവാട്ടിയായ വരമഞ്ജുളാംഗിയുടെ സ്വന്തമായ നിമിഷം. അത് മാസ്റ്റർ പാട് കേൾക്കുമ്പോഴാണ് ഒരു വേറൊരു നമ്മളിപ്പോൾ ജയൻ ചേട്ടൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോഴും അതിനു മുമ്പേ ഈ ഇപ്പം തിരുമേനി ചേട്ടൻ പാടുന്നതിന് വേറൊരു സുഖം ഉണ്ടാകും. കാര്യം രചനയും സംഗീതവും അറിയാവുന്ന ആളാണ്. അപ്പോൾ വാക്കിന് എന്ത് ഭാവം കൊടുക്കണം, സംഗീതത്തിന് ഇതും കൊടുക്കാം. ഇത് രവീന്ദ്ര മാഷ് ഇത് അവർ പാടുമ്പോൾ നമുക്കൊരു സംഗീത ഗായകന്റെ ശബ്ദം കേൾക്കുന്നതും ഇവരുടെ ഒരു റോ ശബ്ദമുണ്ട്, വേവിക്കാത്ത ശബ്ദം, ഒറിജിനൽ. അതിന്റെ ആ സുഖം നല്ല രസം കേൾക്കാൻ. അപ്പൊ ആ പാട്ട്, ഈ 3 പാട്ടും ഇപ്പൊ രവീന്ദ്ര മാസ്റ്ററുടെ മൊത്തത്തിലുള്ള സിനിമയിലെ പാട്ടുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഈ പാട്ട് അതിന്റെ ഏറ്റവും മേളിൽ തന്നെ ലിസ്റ്റിൽ വരുന്ന 3 പാട്ടുകളാണ്. അപ്പോൾ ഒരു സിനിമ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാലും നമുക്ക് ശരത്ത് എഴുതിയിട്ടുള്ള ആദ്യത്തെ പാട്ട് വിനായകനെ കുറിച്ചുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. അതില് ഈ വ്യാസന്റെ മാനസ വ്യാസമാണെന്നവനെ വ്യാസൻ തന്നോട് മാനസിക വ്യാസം എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞത് എന്തിനാന്നുള്ള പാട്ടുണ്ടല്ലോ, അതിനൊരു കഥയുണ്ട് വേറെ. അത് വേറൊരു പാട്ട് രഞ്ജിത്ത് ഡയറക്ടർ വന്നിട്ട് ഇത് വേണമെന്ന് പറഞ്ഞതാ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല എന്നുള്ള പാട്ട് അതേപോലെ അത് തന്നെ അതേ മീറ്റർ തന്നെ എഴുതിയത്. ആ പാട്ടാണ്. എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു, എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു, കഞ്ചബാണനെഴുന്നള്ളും നെഞ്ചിലുള്ള എല്ലാം എല്ലാം അറിയുന്ന പ്രായമായില്ലേ, ഇനി മിന്നും പൊന്നും മണിയുള്ള കാലമായില്ലേ. എന്നിട്ട് എന്താ ട്യൂൺ അത് പാട്. എന്നിട്ട് അത് രസമല്ല. അത് കഴിഞ്ഞിട്ട് മാസ്റ്റർ അതേ രാഗത്തിനെ ബേസ് ചെയ്ത് വേറൊരു ഛായയില് ഇതാണ് തോന്നാത്ത രീതിയിൽ മാസ്റ്റർ അകത്തിരുന്ന്, ഇപ്പൊ എന്നെ ഒന്നും ആരും അറിയില്ല, എന്നെ കണ്ടാലൊന്നും അറിയില്ല. അവിടുത്തെ ഫ്ലാറ്റിൽ ഒരു മുറി ഇരുന്ന് ഇദ്ദേഹം ഇതേ രാഗത്തിൽ തന്നെ മറ്റൊരു റൂട്ടിൽ ചെയ്തു. അപ്പൊ ഞാൻ ഈ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവം എനിക്കുണ്ട്. എന്നെ ആരും അറിയില്ല, ഞാൻ പുറത്തിറങ്ങി എനിക്ക് പേടിയാണല്ലോ ഇത് എന്താകും എന്നറിയില്ല. ആദ്യത്തെ പിന്നെ കല്യാണമല്ലേ എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പേടിച്ച് സിഗരറ്റ് വലിച്ചിട്ട് ഓട്ടോക്കാരൻ വന്നു. വേറെ ആ ഫ്ലാറ്റിൽ ആരെയോ കൊണ്ട് ഇറക്കാൻ വന്നപ്പോഴത്തേക്ക് ഈ ഓട്ടോക്കാരൻ കാശ് മേടിക്കുന്ന കൂട്ടത്തിൽ പെട്ടെന്ന് ശ്രദ്ധിച്ചത് ഒരു ചെവി അവിടെയായിരുന്നു. കാര്യം അത് അപ്പം തന്നെ ഒരു സാധാരണ മനുഷ്യനിലേക്ക് ആ പാട്ട് ഇറങ്ങി. ഒന്നുമല്ല, വെറുതെ ഒരു ഹാർമോണിയവും ഈ ശബ്ദവും മാഷിൻ്റെ ശബ്ദവും മാത്രമേ ഉള്ളൂ. ഈ ശബ്ദം പുറത്തു നിന്ന് കേൾക്കുന്ന ഓട്ടോക്കാരൻ എന്നോട് ചോദിച്ചു, ആരാ അത്? രവീന്ദ്ര മാഷ. കൊള്ളാം കേട്ടോ ഈ പാട്ട്. ആ സാധന ആദ്യത്തെ പാട്ടിൻ്റെ ജനനത്തിൽ തന്നെ ഒരു തീരുമാനം സാധാരണ ശ്രോതാവ് എടുക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് കഴിഞ്ഞ് ആരൊക്കെ പറഞ്ഞു അത് വേണ്ട, ഇത് മറ്റൊരു പാട്ടിൻ്റെ ഛായയിൽ രവീന്ദ്ര മാഷ് ചെയ്യണ്ട, അതെ അതൊരു അങ്ങനെ തോന്നിപ്പിക്കണ്ട. അങ്ങനെ ഉണ്ടായതാണ് എന്തിനായി തടം തുടിച്ചു, അതെ എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു. അതുപോലെ